വെൽക്കം ടു എസ് ആൻഡ് എസ് കുക്ക് ബുക്ക്. എല്ലാവർക്കും ഈ കുക്ക് ബുക്കിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് സാമ്പാർ എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് ഞാൻ കാണിക്കാൻ പോവുകയാണ്. നമുക്ക് അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എങ്ങനെയെന്നുള്ളത് കാണാം. ഇതിന് ആവശ്യമായിട്ട് 1 കപ്പ് പരിപ്പ്, സാമ്പാർ പരിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ വെജിറ്റബിൾസ് ഒന്ന് ഗ്രീൻ ബ്രിഞ്ചോൾ, വയലറ്റ് ബ്രിഞ്ചോൾ, പിന്നെ അവരയ്ക്ക, പൊട്ടേറ്റോ, ലിറ്റിൽ ഗൗഡ് എല്ലാം ഇട്ടിട്ടുണ്ട്. എല്ലാം ചേർന്ന് ഞാൻ കുക്കുംബർ എല്ലാം ചേർത്ത് അരിഞ്ഞ് ഞാൻ വച്ചിട്ടുണ്ട്. വഴറ്റാനായിട്ട് ലേഡീസ് ഫിംഗർ, ടൊമാറ്റോ, ഗ്രീൻ ചില്ലി, ഓണിയൻ ഇത് അവസാനം ഇടാൻ വേണ്ടിയിട്ട് മല്ലിയില അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഉള്ള സാമ്പാർ പൗഡർ. ഈ സാമ്പാർ പൗഡർ എങ്ങനെ ചെയ്യണമെന്നുള്ളത് ഞാൻ ഇതിനു മുമ്പേ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. താളിക്കാനായിട്ട് ഉള്ളി, കറിവേപ്പില, വറ്റൽമുളക്, നെല്ലിക്ക വലുപ്പത്തിൽ പുളി, വാളൻ പുളി എടുത്തിട്ടുണ്ട്. അതിട്ട് ഉപ്പും ചേർത്ത് ഞാൻ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ പ്രഷർ കുക്കറിൻ്റെ അടുപ്പത്ത് ആവശ്യമുള്ള വെള്ളവും വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കഴുകി വെച്ചിരിക്കുന്ന പരിപ്പ്, പിന്നെ നേരത്തെ കരിഞ്ഞ് വെച്ചിട്ടുള്ള ബ്രിഞ്ചോൾ, ഇതൊക്കെയാണ് പൊട്ടേറ്റോ, കുക്കുംബർ ഇതെല്ലാം ചേർത്ത് ഒരുമിച്ചിട്ട് വേവിക്കുകയാണ്. ഇതിലേക്ക് ആവശ്യമുള്ള എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് വടറ്റാനായിട്ട് വെണ്ടയ്ക്ക, തക്കാളി, പച്ചമുളക്, ഉള്ളി ഇത് ഇത്രയും നന്നായിട്ട് വഴറ്റുക. ഇതിലേക്ക് സാമ്പാർ പൗഡർ ഇട്ട് ഒന്ന് വഴറ്റുന്നു. കലക്കി വെച്ചിരിക്കുന്ന പുളിയും ഉപ്പും കലർന്ന് ഇതിനെ ലിക്വിഡ് ഒഴിക്കുന്നു. ഇപ്പോൾ പ്രഷർ കുക്കറിലുള്ളതെല്ലാം ആയിട്ടുണ്ട്. നേരത്തെ നമ്മൾ വെണ്ടയ്ക്കയെല്ലാം ഇട്ട് വേവിച്ചിട്ടില്ലേ, അതിലൂടെ ഈ പ്രഷർ കുക്കറിൽ വെന്തതിനെ എടുത്ത് അതിനോട് ഒരുമിച്ച് ചേർക്കുക. തിളച്ച് വരുമ്പോൾ നമുക്ക് താളിച്ച് വെച്ചതിനെ ഒഴിക്കുക. ഉടൻ തന്നെ നമുക്ക് മല്ലിയിലയും ചേർക്കുമ്പോൾ നമ്മുടെ അടിപൊളി സാമ്പാർ റെഡിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളെല്ലാവരും ഉറപ്പായിട്ട് സാമ്പാർ ചെയ്ത് നോക്കണം. ഉറപ്പായിട്ട് ഇത് ഇഡ്ഡലി, നമ്മൾ ദോശ, ഊണിനൊക്കെ കഴിക്കാൻ നല്ല ഒരു സാമ്പാറാണ്. അതുകൊണ്ട് ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ കമൻറ്റ് ബോക്സിൽ ഇടുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഇതിന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെൽ ഐക്കോൺ ഒന്ന് ഓൾ എന്നുള്ള ഓപ്ഷൻ അതിന് ഇരിക്കും. അതിനെ നിങ്ങൾ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.